ഹായ് ഗായ്സ്, സുർമി ബ്രോസിൻ്റെ ഒരു കിഡിലൻ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു നൈറ്റി സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ്. കഴിഞ്ഞ 2 വീഡിയോസും അത് തന്നെ ആയിരുന്നു. ഈ ക്രിസ്മസിന് എനിക്ക് കൂടുതൽ ഓർഡർ ലഭിച്ചിട്ടുള്ളത് ഇതുപോലെ എംബ്രോയിഡറി വെച്ചിട്ടുള്ള നൈറ്റീസ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ തവണ ഞാൻ കാണിച്ച നൈറ്റി സ്റ്റിച്ചിങ്ങിനേക്കാളും ഈസി ആയിട്ടുള്ള 5 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയുന്നതാണിത്. അത് നമുക്ക് വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം പലരും കമൻ്റായിട്ട് ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളൊരു നൈറ്റിക്ക് ക്ലോത്ത് എടുക്കുന്നതെന്ന്. ഒരു സാധാ നൈറ്റി ആകുമ്പോൾ 3 മീറ്ററാണ് നമ്മൾ എടുക്കുക. ഇനി 58 ആയിട്ട് കൂടുതൽ ലോങ് ആയിട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ 3:30 മീറ്ററാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു നൈറ്റി പീസിന് എത്രയാണ് റേറ്റ് വരിക, അതുപോലെ തന്നെ ഇത് എത്ര മീറ്റർ ആവും ഒരു പീസ് വരിക. ഒരു പീസ് നമ്മൾ സാധാരണ 56 അളവിൽ നമ്മൾ എടുക്കുമ്പോൾ അതിന് ഒരു പീസ് 3 മീറ്റർ ഉണ്ടാവും. അതിന് 180 മുതലാണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 140 130 എല്ലാം ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ എല്ലാത്തിനെയും പോലെ നൈറ്റി ബിറ്റിനും റേറ്റ് കൂടിയിട്ടുണ്ട്. ഷോപ്പിലേക്ക് തയ്ച്ച് കൊടുക്കുമ്പോൾ 45 രൂപയാണ് അവരൊരു നൈറ്റി തയ്ക്കുന്നതിന് അവർ റേറ്റ് ആയിട്ട് തരിക. അപ്പോൾ ഒരുപാട് ഉണ്ടാകുമ്പോൾ നമുക്കത് വലിയ നഷ്ടമായിട്ട് തോന്നില്ല. അവർ നൂല് അതുപോലെ പൈപ്പിംഗ് റോള് എല്ലാം അവർ ബിറ്റിൻ്റെ കൂടെ കൊണ്ടുതരും. നമുക്ക് അത് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട മാത്രം കാര്യമുള്ളൂ. 58ൻ്റെ ബിറ്റിന് 200 മുതലാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ നമ്മൾ എംബ്രോയിഡറിങ് വെച്ചിട്ടുള്ള നൈറ്റി സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ഷോപ്പുകളിലെല്ലാം അവൈലബിൾ ആണ്. നമ്മൾ ഓരോന്നായിട്ട് എടുക്കുമ്പോൾ 25 രൂപ ഇതൊന്നിന് റേറ്റ് വരുന്നുണ്ട്. ഇത് പല രീതിയിലുള്ള പല മോഡൽസിലുള്ളതുണ്ട്. നമ്മൾ റോളായിട്ട് എടുക്കുമ്പോൾ 450 രൂപയ്ക്ക് ഒരു റോളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഓരോ പീസിന് റേറ്റ് നോക്കുമ്പോൾ 8-9 രൂപയേ വരുന്നുള്ളൂ. ഞാൻ അങ്ങനെ എടുക്കാറാണ് പതിവ്. പക്ഷേ ആ റോള് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അതിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ എംബ്രോയിഡറിങ്ങിൻ്റെ ചുറ്റുഭാഗങ്ങളിലൊക്കെ ഒന്ന് മടക്കുന്ന ഭാഗങ്ങളിലെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് അതിൻ്റെ നൈറ്റിയുടെ കട്ടിങ് ഫുള്ള് ഞാനിതിൽ എടുത്തിട്ടില്ല. അപ്പോൾ വീഡിയോ ഒരുപാട് ലോങ് ആവും, നിങ്ങൾക്ക് ബോറാവും. ഇനി അത് കട്ടിങ്ങിൻ്റെ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക. കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാം വീഡിയോ അതിലുണ്ട്. എംബ്രോയിഡറിങ് വെച്ചിട്ട് അടിക്കുമ്പോൾ ടൈമും നമുക്ക് പണിയെല്ലാം കുറവാണെന്ന് പറയാനുള്ള കാരണം അതാണ്. നമ്മൾ ഇതിൽ നിന്ന് തന്നെയാണ് എംബ്രോയിഡറിങ് വെക്കാതെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കയ്യിന് ഒരുപാട് പീസുകൾ ചേർത്തടിക്കേണ്ടി വരും. അതുപോലെ ഇതിൽ കഴുത്തിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ഇതിൽ നിന്നും കട്ട് ചെയ്തിട്ട് അടിച്ചെടുക്കേണ്ടതുണ്ട്. പക്ഷേ ഇത് അതൊന്നും വേണ്ട, കൈക്കുള്ളത് വലിയ പീസായിട്ട് തന്നെ കിട്ടും. ഇതിൽ ഞാൻ സ്ലോ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുള്ളത്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഫാസ്റ്റായിട്ട് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കിട്ടുന്ന ഈ പീസ് കോണാകൃതിയിൽ പരസ്പരം ചെറിയ ഭാഗവും വലിയ ഭാഗവും ചേർത്ത് വെച്ചിട്ടാണ് കൈക്ക് നമ്മൾ അടിച്ച് ചേർക്കുന്നത്. ഇതിൻ്റെ ഈ വലിയ ഭാഗം ഒരു ഭാഗത്തേക്കും ചെറിയ ഭാഗം ഒരു ഭാഗത്തേക്കും വെച്ചാൽ ഇതിൻ്റെ അളവ് സെയിം ആയിട്ട് വരും. എന്നിട്ട് ഇത് പരസ്പരം ചേർത്തടിച്ചാൽ മാത്രം മതി. നമ്മുടെ നൈറ്റിയുടെ കൈ ഇവിടെ റെഡിയാവും. ഫുള്ള് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇതിലില്ല. ഇത് പറഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ വീഡിയോ പോയിട്ട് കാണുക കേട്ടോ. ഇതിൽ ഞാൻ ജസ്റ്റ് എംബ്രോയിഡറിങ്ങിൻ്റെ ഇത് മാത്രമാണ് കാണിക്കുന്നത്. ഇനി നൈറ്റിയുടെ ചീത്ത ഭാഗമാണ് നമ്മൾ മുകളിലേക്ക് വെക്കേണ്ടത്. ഇത് മറിച്ചിട്ട് വേണം വെക്കാൻ. സ്ക്വയർ ആയിട്ടുള്ള നെക്കാണ് ബാക്ക് ഭാഗത്തേക്ക് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് ഞാനൊരു ഭാഗം ബാക്ക് നെക്കിൻ്റെ അളവ് മാത്രം നമ്മൾ എടുത്താൽ മതി. ഒരു ഏകദേശം ഒരു വലിയ ആൾക്ക് നമ്മൾ ഫ്രീ സൈസ് ആയിട്ട് അടിക്കുമ്പോൾ താഴോട്ടും മുകളിലോട്ടും 3 ഇഞ്ചാണ് നമ്മൾ നൈറ്റി നെക്കിന് വേണ്ടി എടുക്കേണ്ടത്. ഇനി ഈ നെക്കിൻ്റെ ഈ ഉൾഭാഗം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കേണ്ടതുണ്ട്. ഒഴിവാക്കാതെയും വേണമെങ്കിൽ, അത്ര പരിചയമില്ലാത്തവർ പെട്ടെന്ന് ഒഴിവാക്കുന്നതിനേക്കാളും നല്ലത് ഒഴിവാക്കാതെ അടിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഭാഗം ഇവിടെ ഉള്ളിൽ നമ്മൾ മാറ്റി വെക്കണം പതിച്ചടിക്കാൻ വേണ്ടിയിട്ട്.
ഇനി ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഷിബ് വേണ്ടവർക്ക് ആ ഭാഗത്ത് ഷിബ് വെക്കാവുന്നതാണ്. ഇത് ഇവർക്ക് ഷിബ് വേണ്ടാന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം ആദ്യം തന്നെ മുകൾ ഭാഗം പതിച്ചടിക്കരുത്. ആദ്യം നമ്മൾ ഈ വേസ്റ്റായിട്ട് കിടക്കുന്ന ഭാഗങ്ങൾ ചെറുതായിട്ട് വെച്ചിട്ട് അതാദ്യം പതിച്ചടിക്കണം. ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു പൊള്ളയായിട്ട് നിൽക്കും. നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗം നമ്മൾ വിചാരിക്കുന്ന ലെവലിൽ കിട്ടില്ല. ഇത് മോട്ടർ വെച്ചിട്ട് അടിക്കുമ്പോൾ സ്പീഡാണ്. ഞാൻ ഉൾഭാഗത്ത് മൊത്തത്തിൽ അലമ്പായിട്ട് കിടക്കുകയാണ്. അവിടെ ഇത്രയും വെളിച്ചം കിട്ടുന്നില്ല. വേറെയും മെഷീനെല്ലാം ഉണ്ട്. അതുകൊണ്ട് ആദ്യം ഈ പുറം ഭാഗം ഇങ്ങനെ ജസ്റ്റ് അടിച്ചെടുക്കുക. 2 അടി അടിക്കുന്നതാണ് നല്ലത്. അതിന് ശേഷം വേണം ഫസ്റ്റ് ഭാഗം അടിച്ചെടുക്കാനായിട്ട്. വെരി സിമ്പിളാണ്. ഷിബ് വേണ്ടവർക്ക് നമ്മൾ ഒന്ന് ഫ്രണ്ടിലൂടെ ഒരു ഇത് കൊടുത്തിട്ട് ചെടുത്താൽ മതി. ഇതാ നമ്മുടെ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്ക് ഞാൻ ബാക്ക് നെക്കും റെഡി ആക്കിയിരുന്നു. ഇനി മൊത്തത്തിലൊന്ന് നമ്മൾ ചേർത്തടിച്ചു കൊടുത്താൽ മാത്രം മതി. 2 ഭാഗവും ചേർത്തടിക്കുക. ഇനി ഞാൻ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ചുരിദാർ കട്ട് പോലെ ഇത് പുറത്തേക്ക് തള്ളാതെ തയ്ക്കണം എന്നുണ്ടെങ്കിൽ അത് അന്നത്തെ ആ രീതി ഫോളോ ചെയ്യുക. ഞാനിപ്പോൾ തൽക്കാലം ഇതാണ് ചെയ്തിട്ടുള്ളത്. ഇതാ നമ്മുടെ കൈഭാഗവും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി. അത് ഞാനിതിൽ നിന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഒരുപാട് ലോങ് ആവണ്ടെന്ന് വെച്ചിട്ട്. കഴുത്തിൻ്റെ അളവ് ചോദിച്ചിരുന്നു. ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് നമ്മൾ വീതിയും ഇറക്കവും 3 എടുത്താൽ മതി. അതിൽ കൂടുതൽ ഇറക്കം വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഒരു സാധാ നൈറ്റി എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് എടുക്കുക. ഇനി ഫ്രണ്ട് നെക്കിനാണെങ്കിൽ വീതി 3ഉം ഇറക്കം 6ഉം ആണ് എടുക്കേണ്ടത്. 8 വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഇത് 6 ഞാൻ നെക്കിൻ്റെ ഇറക്കം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നൈറ്റി ഇവിടെ സ്റ്റിച്ചൊക്കെ ചെയ്ത് നല്ല മൊഞ്ചായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരുപാട് പേര് ഫീഡ്ബാക്കൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.